റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തിന്റെ ആ ഒരു ഗൗരവം കൊണ്ട് തന്നെ ചില സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധികാരം ഏൽപ്പിച്ചിട്ടില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ ഉമർ തവല്ല, ഉമറേ അധികാരം നിങ്ങൾ ഏറ്റെടുക്കണം, എനിക്ക് വേണ്ട. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോ വളരെ വിഷമിച്ചു പോയ രംഗത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ബൈഅത്ത് ചെയ്യാൻ ആളുകൾ വരുമ്പോ സിദ്ദീഖ് എന്ന് പറയാം, ഉമറേ നിങ്ങൾ ഏറ്റെടുക്കണേ, നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് നേതാവ്, നിങ്ങൾ ഏറ്റെടുക്കണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു മാറ്റം നോക്കി നിങ്ങളെ. സുബ്ഹാനല്ലാഹ്, നമ്മളെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശ വിശ്വാസികളാണ് അല്ലെ. നമ്മളൊരു ഒരുമയും ഒന്ന് ഒരുമിച്ച് ശത്രുതയില്ലാതെ ഒന്ന് ഒരുമിക്കല്ലേ എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ ലയനം നമുക്ക് വേണ്ട, അങ്ങനെയാകുമ്പോ പിന്നെ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെയൊക്കെ മനസ്സുകളുടെ അവസ്ഥ റബ്ബേ. അപ്പൊ ആരാവും സെക്രട്ടറി, ആരാവും പ്രസിഡന്റ് എന്നുള്ള തർക്കമായി. പിന്നെ ഈ മാരകമായ അസുഖമാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാരകമായ അസുഖമാണ്. നമുക്ക് യോജിപ്പിലെത്താൻ കഴിയാതെ പോകുന്നതിന്റെ വലിയൊരു തടസ്സവും ഈ ഫിത്നയാണ്. ഫിത്നത്തുൽ ഖൽഫ, അധികാരത്തിന്റെ ഫിത്നയാണ്. നമ്മളത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. അപ്പോഴും ഇങ്ങനെ പറയാം, നമുക്ക് അങ്ങനെ ഒരുമിക്കാൻ ഉദ്ദേശിച്ച അത്രയല്ല, നമ്മൾ ലയനൊന്നുമില്ല, നമ്മൾ അടിപിടുന്നില്ലാതെ പോവലെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത്. ഒരു നന്മയിലേക്ക് വരുമ്പോൾ അതിന് ഒന്നിച്ചു നിന്ന്, എന്നാൽ നമുക്ക് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും, നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ തന്നെയും ഒരു സ്നേഹവും ഒരുമയുമല്ലേ നമുക്ക് തമ്മിൽ വേണ്ടത്. അതിന് നമ്മൾ എന്തും കോംപ്രമൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക. നമ്മൾ തമാശയിൽ എടുക്കേണ്ട വിഷയമല്ല ഇത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഒരുമയിലേക്കും ഐക്യത്തിലേക്കും വിഷയങ്ങൾ അല്ലാഹു എത്തിച്ചു നൽകട്ടെ. കാരണം എത്രയോ അടിപിടിയുടെ രസം എന്താണെന്ന് പറഞ്ഞു കുറെ കാലമായിട്ട്, ഇനി ഒരുമയുടെ രസം എന്താണെന്ന് അറിയൂടെ, അതൊന്നും അനുഭവിക്കാലോ കുറച്ചു കാലം. ആ ഒരു ഐക്യപ്പെടലിന് ശത്രുവായി നിൽക്കുന്നത് പിശാച് മാത്രമായിരിക്കും. അത് പിശാച് എന്ന് പറഞ്ഞ കുപ്പായത്തിൽ വരില്ല, അത് ചില മനുഷ്യരുടെ കുപ്പായത്തിന്റെ ഉള്ളിലായിരിക്കും വരിക. ആ പിശാചിനെ നമ്മൾ തുരത്തി ഓടിച്ച് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആഖിറത്തിൽ പുണ്യം കിട്ടാൻ, ഒരു നന്മ ചെയ്തതിന്റെ ഫലം അള്ളാഹുവെ ഒരു തമ്മിൽ തല്ലുന്ന ഒരു കൂട്ടം ആളുകളെ യോജിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു പ്രതിഫലത്തിന്റെ ഒരു അംശം എനിക്ക് വേണം എന്ന ആഗ്രഹമെങ്കിലും ഖൽബിലുണ്ടാവണം. ആ രീതിയിൽ ഫിത്നകളും ഫസാദുകളും ഇല്ലാതെ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, തവല്ല യാ ഉമർ, ഉമറേ നിങ്ങൾ ഏറ്റെടുക്കണം അധികാരം. ഉമറേ എനിക്കല്ല, ഞാനാവില്ല, നിങ്ങളാവണം. തവല്ല യാ അബൂ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളാണ് ഭരണം ഏറ്റെടുക്കേണ്ടത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കാതെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉമർ എന്നവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുമ്പോൾ അധികാരം ഏറ്റെടുത്തുകൊണ്ട് കരയുകയാണ് ഉണ്ടായത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. നമ്മൾ ചിരിച്ചിട്ട് സന്തോഷത്തോടെ കേക്ക് മുറിച്ചു കൊടുക്കുകയാണ് അല്ലെ. അന്ന് അധികാരം കിട്ടിയാൽ കരയലാണ്. അപ്പേ ഒരു അധികാരം, ഒരു ഉത്തരവാദിത്വം എന്റെ തലയിൽ ചാർത്തപ്പെട്ടിരിക്കുകയാണ്. ആനന്ദമല്ല അവർക്ക് തോന്നിയത്, അധികാരം ആനന്ദമല്ല തോന്നിയത്, അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണെന്ന് തോന്നിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. നല്ല ചില ആളുകളെ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ ഒരു ലീഡർ ആവാൻ പറ്റും, ഒരു നേതാവാൻ പറ്റും. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ എന്നവർ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മുഖത്ത് നോക്കി നബി തങ്ങൾ പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, ലാ തസ്അലിൽ ഇമാറ, അധികാരം എനിക്ക് വേണം എന്ന് ചോദിച്ചു വാങ്ങരുത്. എന്നെ സെക്രട്ടറി ആക്കണം, എന്നെ പ്രസിഡന്റ് ആക്കണം, എന്നെ ഖജാൻജിയാക്കണം, ഞാൻ വൈസ് പ്രസിഡന്റ് ആയിക്കോളാം എന്നും ചോദിക്കല്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, ലാ തസ്അലിൽ ഇമാറ, നിങ്ങൾക്ക് അധികാരത്തിന് കഴിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ചോദിക്കരുത്. നിങ്ങളത് ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലാഹു
അള്ളാഹു അത് നിങ്ങൾക്ക് എറിഞ്ഞു തരും. പിന്നത് നിങ്ങളായിട്ട് നോക്കേണ്ടി വരും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. ചോദിച്ചു വാങ്ങിയാൽ അത് അപകടകരമായി മാറും. നിങ്ങളുടെ യോഗ്യത കണ്ട് ആളുകൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു ഓടുകയും വേണ്ട. നിങ്ങളതിന് കഴിവുള്ള ആളാണ്, ജനങ്ങളായിട്ട് സ്നേഹത്തോടെ തെരഞ്ഞെടുത്തതാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അല്ലാതെ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ നിങ്ങളത് ചോദിക്കല്ലേ എന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നാ ലാ നുഅ്തി ഹാദൽ അംറ മൻ ഹറസ മൻ ഹരിസ അലൈഹി. ഇതിന് ആസ്തിയുള്ള ആളുകൾക്ക് നാം ഇത് കൊടുക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ ആക്കണം എന്ന് പറഞ്ഞു നടക്കുന്നവരെ ആക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷേ യോഗ്യരായ ആളുകളെ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കണം, പിന്മാറുകയും ചെയ്യരുത്. നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങുകയും അരുത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത ഉടനെ ഉമർ തങ്ങൾ ആദ്യം ചെയ്ത പണിയാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മൂത്തടക്കമുള്ള യുദ്ധങ്ങളിൽ ഗംഭീരമായ മുന്നേറ്റവും വിജയവും കാഴ്ചവെച്ച ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവരെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന കത്ത് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന് എഴുതി കൊടുക്കുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കത്ത് വായിക്കുമ്പോൾ അവർ യുദ്ധത്തിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖാലിദ് ഇബ്നു വലീദ് എന്നവരാണ് ആ യുദ്ധത്തിന്റെ നേതാവ്. ഒരു യുദ്ധം നടക്കുമ്പോ ആ കത്ത് എങ്ങനെ കൊടുക്കുക? ഖാലിദിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് സ്വന്തം ഗവർണറോട് ഉമർ റളിയല്ലാഹു അൻഹു ആജ്ഞാപിക്കാൻ. ആ യുദ്ധം പാളിപ്പോവില്ലേ എന്ന് വിചാരിച്ച അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധം അവസാനിക്കുന്നവരെ കാത്തിരുന്നിട്ട് പറഞ്ഞു, യാ ഖാലിദു ഖാലിദേ, നമ്മുടെ നേതാവ് മദീനയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്കൊരു കത്തെഴുതി തന്നിട്ടുണ്ട്. നിങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ സൈന്യത്തിന്റെ കമാൻഡർ ജോലിയിൽ നിന്ന് നിങ്ങൾ താഴെ ഇറക്കണമെന്ന് ഇതാ അമീറുൽ മുഅ്മിനീൻ കത്തെഴുതി പറഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഖാലിദേ, അനല ഉരീദുൽ ഇമാറ, എനിക്ക് അധികാരം വേണ്ട. വഅൻത ഹഖ്ഖു മിന്നീ, എന്നെക്കാളും ഖാലിദേ സൈന്യത്തിന്റെ നേതാവാ നിങ്ങൾ. ഇതല്ല ഒരു പ്രദേശത്തിന്റെ നേതാവോ ഗവർണറോ ആകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഖാലിദേ, എനിക്ക് വേണ്ടെന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഇൻ തുരീദുൽ ഇമാറ ഫബ്ഖ അലൈഹാ വഇന്നമാ ഹി അയ്യാമുൻ ഖലാഇൽ ഹത്താ നൽഖല്ലാഹ്. ഖാലിദേ, നിങ്ങളെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. ഫാറൂഖ് തങ്ങൾക്ക് അങ്ങനെ ഒരു അല്ലാഹുവിൽ നിന്നൊരു തോന്നലുണ്ടായതാണത്. അതിലൊരു സിറുകളുണ്ട്, അതിൽ ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഖാലിദേ, നിങ്ങൾക്ക് ഈ അധികാരം വേണമെങ്കിൽ പിടിച്ചു നിന്നോളൂ. ഏതാനും കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയല്ലേ. കുറച്ച് ദിവസമല്ലേ അധികാരം എന്ന് പറഞ്ഞത്, പിന്നെ മരിച്ചു പോവണ്ടേ. ഉണ്ട് ഖാലിദേ, വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഖാലിദേ, എന്നെക്കാളും ഞാൻ നിൽക്കുന്ന സ്ഥാനത്തിന് അർഹർ നിങ്ങളാണ് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾ സൈന്യാധിപന്റെ സ്ഥാനം ഒഴിഞ്ഞാൽ പിന്നെ ഗവർണറുടെ സ്ഥാനം, എന്റെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുത്തോളൂ. നിനക്ക് ആരെങ്കിലും പറയോ? കൂടുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ഉരസുന്നതും പിണങ്ങുന്നതും എന്താ? ഞങ്ങൾക്ക് വേണ്ടത്ര മന്ത്രിമാരെ തന്നില്ല, ഞങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല. ദുനിയാവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്ന ആളുകൾ നോക്കിക്കാണുന്നത് എന്തെങ്ങനെ ആയിപ്പോയി എന്ന് അല്ലാഹു അഅലം. ഇതിലൊക്കെ ഒരു കർട്ടസി, ഇതിലൊക്കെ ഒരു ഡിസിപ്ലിൻ, ഇതിലൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ തെരുവ് നാടകങ്ങളെ പോലെ കളികളായി മാറിയിരിക്കുകയാണ്. ആ ഒരു മൂല്യത്തിലേക്ക് നമ്മുടെ നാടും അധികാരങ്ങളും ഒക്കെ തിരിച്ചു വരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ പഠിച്ച ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, ഞാൻ നിങ്ങളുടെ ശിരസ്സൊന്ന് മുത്തിക്കോട്ടെ. അബൂ ഉബൈദ തങ്ങളുടെ തലയിൽ ചുംബനം ചാർത്തി. ഖാലിദ് റളിയല്ലാഹു, എന്തിന്? തന്നെ സ്ഥാനത്തിന് ഇറക്കുകയാണെന്നുള്ള കത്ത് കൊണ്ടു കൊടുത്തതിന്.
ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ ഉബൈദ, ഞാൻ താഴെ ഇറങ്ങുകയാണ്. ഞാൻ ചെയ്ത യുദ്ധങ്ങളിൽ ഞാൻ ചെയ്ത ത്യാഗം അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയല്ലായിരുന്നു. അന അഅമലു ലില്ലാഹി അമീറൻ ഔ ജുന്ദിയാ, ഞാനൊരു സാധാരണ പട്ടാളക്കാരനാണെങ്കിലും, ഒരു കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിലും, ഒരു റെജിമെന്റിന്റെ ക്യാപ്റ്റൻ ആണെങ്കിലും ഞാനത് ചെയ്യുന്നത് സ്രഷ്ടാവിന് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്, ഉമറിന് വേണ്ടിയല്ല. ഞാൻ അധികാരം ഒഴിഞ്ഞ് സാധാരണ ഒരു ജുന്ദിയായി, ഒരു പട്ടാളക്കാരനായി മാറിയാലും എന്റെ ജോലി അല്ലാഹുവിന് വേണ്ടിയാണ്. അബൂ ഉബൈദ, എനിക്ക് സ്ഥാനം പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഒരു വെറുപ്പുമില്ലാതെ താഴെ ഇറങ്ങി ഖാലിദ് റളിയല്ലാഹു അൻഹു. നമ്മളെങ്ങനെയാ താഴെ ഇറക്കിയാൽ വേറെ പാർട്ടിണ്ടാക്കും അല്ലേ? ഇതാണ് നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം. ഖാലിദ് റളിയല്ലാഹു അൻഹു അച്ചടക്കത്തോടെ നിന്നു. അച്ചടക്കത്തോടെ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്, അധികാരത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടല്ല. എന്നെ പുറത്താക്കിയോ ഞാൻ മാറി നിൽക്കാം, ഞാൻ മാറി നിൽക്കാമത് അല്ലാഹുവിന്റെ ഖളാ, അല്ലാഹുവിന്റെ ഖളാ, അത്രേ അതിലുള്ളൂ. അബൂ ഉബൈദ, നിങ്ങൾ ആ വാർത്ത എന്നോട് പറയാൻ ഇത്രക്ക് നിങ്ങൾ ജാള്യതയും വിഷമവും കാണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.